ലോക വെറ്ററിനറി ഭൂപടത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ഒന്നാണ് ഗുരുവായൂർ ദേവസ്വം ആനക്കോട്ടയിലെ ഗജവീരന്മാർക്കുള്ള സുഖചികിത്സ. 1990 ആരംഭിച്ച ഈ പ്രത്യേക പരിചരണ പദ്ധതിക്ക് ഇപ്പോൾ 36 വയസ്സ് തികയുകയാണ്. ഗുരുവായൂർ കോട്ടയിലെ ആനകളുടെ 35 ഇപ്പോഴുള്ളത്. നേരത്തെ 75 ആനകളുണ്ടായിരുന്ന സ്ഥലമാണ്. അതെല്ലാം കാലഘട്ടത്തിൻ്റെ പ്രായമായിട്ടും മറ്റു പലതരത്തിലും നഷ്ടപ്പെട്ടു പോയി. 35 ആനകൾ, 35 ആരോഗ്യവാന്മാരാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾ പോലും വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് ആനകൾക്ക് എല്ലാ സുഖവും കിട്ടാവുന്ന രീതിയിലാണ് സുഖചികിത്സ ഞങ്ങൾ നടത്തുന്നത്. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ആനകൾക്ക് ചില അസുഖങ്ങളുണ്ട്. അത് ഇവിടെ ചികിത്സ നടത്താനുള്ള എല്ലാ സജ്ജീകരണവും ഡോക്ടർമാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന് എന്തെങ്കിലും ദോഷം വരികയാണെങ്കിൽ അരുൺ സക്കറിയ മുതൽ പ്രധാനപ്പെട്ട ആളുകളെ ബന്ധപ്പെട്ട് ഹൈദരാബാദിലും ആസാമിലുള്ള ശർമ്മ ഡോക്ടർ അടക്കം കൊണ്ടുവന്ന് ഞങ്ങൾ ഇതിനെ പരിശോധിക്കാൻ പോവുകയാണ്. വെറുമൊരു വിശ്രമം മാത്രമല്ല ഈ സുഖചികിത്സ. ശാസ്ത്രീയമായ പരിശോധനകളാണ് ആദ്യപടി. രക്തവും എരണ്ടവും പരിശോധിച്ച് കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനം വിലയിരുത്തിയ ശേഷമേ ചികിത്സ തുടങ്ങൂ. വിദഗ്ധമായ തേച്ചുകുളിയും കൃത്യമായ വ്യായാമവും ഇതിന്റെ ഭാഗമാണ്. ഈ വർഷത്തെ ആന സുഖചികിത്സാ പരിപാടിക്ക് 9 ലക്ഷം രൂപയാണ് ദേവസ്വം അംഗീകരിച്ച എസ്റ്റിമേറ്റ്. അരി 3150 കിലോഗ്രാം, ചെറുപയർ 1050 കിലോഗ്രാം, റാഗി 1050 കിലോഗ്രാം, അഷ്ടചൂർണം 105 കിലോഗ്രാം, ചവനപ്രാശം 262 കിലോഗ്രാം, ധാതുലവണം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഷാർക്ക ഫെറോൾ, വിരമരുന്ന് തുടങ്ങിയവയാണ് സുഖചികിത്സയ്ക്ക് ഉപയോഗിക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആനക്കോട്ടയിലുള്ള ആന സുഖചികിത്സ എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ എല്ലാവർക്കും മുൻമാതൃകയായിട്ട് തുടങ്ങിയ ഒരു സുഖചികിത്സ പദ്ധതിയാണ്. എന്നുവെച്ചാൽ പിന്നീട് നമ്മൾ ഫോളോ ചെയ്താണ് പല സംസ്ഥാനങ്ങളും പല സ്ഥലത്തും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത് പണ്ട് രാജാക്കൾ കാലത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പമായിരുന്നു. പിന്നീട് 1990 ഗുരുവായൂർ ദേവസ്വം ആദ്യമായിട്ടാണ് ചിട്ടയായിട്ട് എല്ലാ വർഷവും നടത്തുന്ന ഈ സുഖചികിത്സ വീണ്ടും തുടങ്ങുന്നത്. അങ്ങനെ ഇത് 36ാമത്തെ വർഷമാണ് ഈ വർഷത്തോടെ ആനയൂട്ട് അല്ലെങ്കിൽ ആനയുടെ സുഖചികിത്സ എന്ന് പറയുന്നത്. നമുക്ക് തൽക്കാലം 35 ആനകളാണ് ഉള്ളത്. അതിൽ 16 എണ്ണം മതപ്പാട്ടിലും 17 എണ്ണമാണ് ഇന്ന് ഇവിടെ സുഖചികിത്സയ്ക്ക് വന്നിട്ടുള്ളതും 2 എണ്ണം ശിവലിക്ക് പോയിട്ടുള്ള ആനകളാണ്. അപ്പോൾ ആനക്കോട്ട ഈ ഏരിയയെ സംബന്ധിച്ചിടത്തോളം ആനക്കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. അത് ആനക്കോട്ട അറിയാനുള്ള പ്രധാനപ്പെട്ട റീസൺ ഈ പുന്നത്തൂർ കോട്ടയുടെ ഭാഗമായിട്ടുള്ള ആനകളാണ്. അതുകൊണ്ട് ആനക്കോട്ട എന്ന് പറയുന്നത്. ആ പുന്നത്തൂർ കോട്ടയുടെ ഭാഗമായിട്ടുള്ള ആനക്കോട്ട എന്നെ നോക്കിയാൽ പുന്നത്തൂർ കോട്ട വളരെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശമായ ഇതിലാണ് ഉള്ളത്. അപ്പോൾ അത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ നവീകരിക്കാനുള്ള പദ്ധതിയാണ് ഗുരുവായൂർ ദേവസ്വം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോഡേണൈസ്ഡ് ഹോസ്പിറ്റൽ അടക്കമുള്ള കാര്യങ്ങൾ വൻധാര, അതായത് അംബാനി ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തത് ഉൾപ്പെടെ ഉള്ള MOU ഉണ്ടാക്കി ഇവിടെ മോഡേൺ ഹോസ്പിറ്റൽ ഉണ്ടാക്കുക. അതുപോലെ പുന്നത്തൂർ കോട്ട നവീകരിക്കുക. ആനക്കോട്ടം ആധുനികവൽക്കരണത്തോടു കൂടിയുള്ള ഒരു ആനക്കോട്ടയായിട്ട് മാറ്റാനുള്ള ലക്ഷ്യമാണ് ഗുരുവായൂർ ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്കുള്ളത്. 1 വർഷകാലം കൊണ്ട് അത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആന ചികിത്സ വിദഗ്ധരായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ TS രാജീവ്, ഡോക്ടർ AN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക്, ഡോക്ടർ ഗിരീഷ്, ഡോക്ടർ ഗിരീഷ് U, ഡോക്ടർ ശബരിനാഥ് V, ദേവസ്വം വെറ്ററിനറി സർജൻ ഡോക്ടർ ചാരുജിത് നാരായണൻ എന്നിവരുടെ മേൽനോട്ടത്തിലും നിരീക്ഷണത്തിലുമാണ് സുഖചികിത്സ. മനുഷ്യർക്ക് കർക്കിടക ചികിത്സ എന്നതുപോലെ തന്നെ ആനകൾക്ക് സുഖചികിത്സയാണ് ഇവിടെ ഉള്ളത്. ആയുർവേദ മരുന്നുകളും അലോപ്പതി മരുന്നുകളും വിറ്റമിൻസും മിനറൽസ് എല്ലാം കൂട്ടിയിട്ട് ആനയ്ക്ക് കൊടുക്കുക. 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഭക്ഷണക്രമമാണ്. ആ കാലത്ത് നേരത്തെ നിന്നിട്ടുള്ള കുളിയും അത് കഴിഞ്ഞ് നല്ലൊരു ഭക്ഷണം കൊടുക്കുക. അത് 1 വർഷം കഴിഞ്ഞ് 1 വർഷത്തേക്കുള്ള ഒരു എനർജി കൊടുക്കാനായിട്ടാണ് 1 മാസം നീണ്ട ആ ഉത്സവകാലത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന് തന്നെ പറയാതിന്. അതാണ് ഇവിടെ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. എല്ലാ വർഷം നിർത്താതെ ഗുരുവായൂർ ദേവസ്വം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. ഓരോ വർഷം ആനകളുടെ എണ്ണം കുറഞ്ഞു വരികയാണെങ്കിലും ആനകൾക്കുള്ള ഭക്ഷണ രീതിയും ഇത് കുറയ്ക്കാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കണ്ണൻ്റെ ആനകൾ എന്നും സുഖമായിരിക്കട്ടെ എന്നുള്ളൊരു സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. ഇനി വരും വർഷങ്ങളിൽ കൂടുതൽ ആനകൾ വരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് ജൂനിയർ വിഷ്ണു, 1ാം പാപ്പ രാജീവ്, മനീഷ്, പിന്നെ അശ്വിൻ. എൻ്റെ പേര് മനീഷ്. 1-ാം തീയതി മുതൽ നമ്മുടെ സുഖചികിത്സ ഇന്ന് പോലെ ആരംഭിക്കുകയാണ്. ആനകളുടെ ഈ വർഷത്തെ പരിപാടികളും ക്ഷീണമൊക്കെ മാറിയിട്ട് നമ്മൾ മഴക്കാലത്ത് ആനകളുടെ ഉള്ളു കുളിരാനും ഉള്ള കഴുകലും ഈ 1 മാസം നീണ്ടു നിൽക്കുന്ന സുഖചികിത്സ, മറ്റു മരുന്നുകൾ, ആയുർവേദ, അലോപ്പതി എല്ലാം കൂടിയിട്ടുള്ള ചികിത്സ നടക്കുകയാണ്. അപ്പോൾ ആനകളുടെ ഒരു സന്തോഷകാലമാണ് ഈ 1 മാസം. ജനങ്ങളുടെ ഇതിനോടുള്ള സഹകരണവും താല്പര്യവുമാണ്
ഇത്തരമൊരു ജനക്കൂട്ടം വന്നു കൂടാനും ഇത് നടത്താനുള്ള അവസരമുണ്ടായത്. അടുത്ത വർഷം ഈ കോട്ട നവീകരിച്ച് പ്രവർത്തനം നടത്തിയിട്ട് അത് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കോട്ട നവീകരണം നടത്തി അതിൻ്റെ അകത്തുള്ള പ്രതിഷ്ഠയെ ശുദ്ധീകരണം നടത്തി ഞങ്ങൾ അതിനെ സ്ഥിരമായി സ്ഥാപിച്ച് ഏറ്റവും വലിയ ഗുരുവായൂരിലെ ഉത്സവമാക്കി ഞങ്ങൾ ഈ ഉത്സവത്തിനെ മാറ്റും. അത് ഭരണസമിതിയുടെ തീരുമാനമാണ്. അതിൽ ജനങ്ങൾ സഹകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ചികിത്സ കഴിയുമ്പോഴേക്കും ഓരോ ആനയ്ക്കും 250 മുതൽ 300 കിലോ വരെ ഭാരം കൂടാറുണ്ട്.